മാത്രല്ല ഈ ഒരു കുഞ്ഞ് ഏജില് തന്നെ പൈസ ഇത്തിരിയെങ്കിലും സമ്പാദിച്ച് വീട്ടിൽ കൊടുക്കാൻ തന്നെ എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. 6 മന്ത്ത്തെ കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ജോലി കിട്ടുമല്ലോ എന്നൊരു വെച്ചിട്ടാണ് എടുത്തത്. അങ്ങനെ ഇതേ വന്ന് അപ്ലൈ ചെയ്തു. അങ്ങനെ കോഴ്സിനും കയറി. പെട്ടെന്ന് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ +2 കഴിഞ്ഞ് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല ജോലിക്ക് കയറാൻ പറ്റുമെന്ന്. എന്നിട്ടിപ്പോൾ ഈ കോഴ്സിന് കയറി പഠിച്ച് ജോലി കിട്ടി. ഇന്റേൺഷിപ്പിന് ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അങ്ങനെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ബേസ് ആയിട്ട്. ഈ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു ജോലി കിട്ടാന്നുണ്ടെങ്കിൽ വേറെ ആർക്കായാലും നോക്കാം. കാരണം ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് കിട്ടിയതാണല്ലോ. അപ്പോൾ അത് മാത്രമല്ല ഈ ഒരു കുഞ്ഞ് ഏജിൽ തന്നെ പൈസ ഇത്തിരിയെങ്കിലും സമ്പാദിച്ച് വീട്ടിൽ കൊടുക്കാൻ തന്നെ എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഇൻ്റർവ്യൂ വരുമ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരാന്നുള്ളതും എങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതും പിന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ടീച്ചേഴ്സ് അടുത്ത് നിന്നിട്ട് എങ്ങനെ ചെയ്യണം. നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം, ഇങ്ങനെ നേരിട്ട് സംസാരിക്കാനായിട്ടായാലും. ആദ്യമൊന്നും കരഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് എനിക്ക് പറ്റാണ്ടായിട്ട്. എന്നിട്ട് പിന്നെ ഇവിടുത്തെ മിസ്സുമാർ തന്നെ കുഴപ്പമില്ല, നിങ്ങളെ കൂട്ടുകാർ തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫിഡൻസ് തന്നിട്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ടായാലും ഇങ്ങനെ പറയാൻ പറ്റണത് ഇവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്.